ഹലോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കുറേ പേര് ആർട്ട് വർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. ആർട്ട് വർക്ക് വേണമെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആരും അത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ പോകുന്ന കുറേ അധികം വർക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ? സോ ഇതിന് നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക? വരുന്ന എൻക്വയറിയിൽ ആവശ്യമുള്ളവരെ മാക്സിമം നമുക്ക് എങ്ങനെ വർക്കായിട്ട് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് ആർട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോഴൊക്കെ അത് പറഞ്ഞത്, ആ ഒരു മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് അതിൽ ക്ലിക്ക് ചെയ്തൊന്നും അവർ ഓർക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന് ഫ്രീ കിട്ടുന്ന സമയത്താണ് എനിക്ക് വന്ന മെസ്സേജസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഭൂരിഭാഗം പേരും അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് അധികം പേരും ഒക്കെ മിസ്സായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ പിന്നീടാണ് ടോട്ടലി ഞാൻ ഓട്ടോമേഷനിലോട്ട് കാര്യങ്ങളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരാൾ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആർട്ട് വർക്ക് കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന എക്സാക്ട്ലി ആ ഒരു മൊമെന്റിൽ തന്നെ അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവരുടെ വാട്സപ്പിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതും വെറുതെ പോവുകയല്ല, അവരുടെ നെയിം വെച്ചുകൊണ്ടാണ് പോകുന്നുണ്ടായിരുന്നു. അതായത് വിഷ്ണു എന്ന് പേരുള്ള ആളോടാണ് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഹായ് വിഷ്ണു, ഇതാണ് എൻ്റെ ആർട്ട് വർക്കുകൾ വരുന്നത്, ഏത് മോഡലാണ് വേണ്ടത് നോക്കിയിട്ട് പറയുന്നത്. അത് അവർ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ വാട്സപ്പിലോട്ട് അത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് ചൂസ് ചെയ്തിട്ട് അവർ നെക്സ്റ്റ് റിപ്ലൈ അയക്കും. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് റിപ്ലൈസ് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി പേഴ്സണലൈസ് ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള തോന്നുന്ന രീതിയിലായിരിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഞാൻ എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ആർട്ട് വർക്കുകൾ കിട്ടുക, അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ള പറഞ്ഞുള്ള ഒരു 2 മണിക്കൂർ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ കേസിൽ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എക്സാക്ട്ലി നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ആ ഒരു ടൈമിൽ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു എക്സാക്ട്ലി മൊമെന്റിൽ നിങ്ങളുടെ പേരും വെച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി വന്നിട്ടുണ്ടായിരിക്കും, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ലിങ്ക്സ്, യൂട്യൂബ് ലിങ്ക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നീട് 8 മണിക്കാണ് എൻ്റെ വെബിനാർ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 മണിക്കൂർ മുന്നേ ഇനി 5 മണിക്കൂർ കൂടി ഉള്ളൂ കേട്ടോ, പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ ആകുമ്പോഴും അതേപോലെ തന്നെ ഒരു മെസ്സേജ് പോകുന്നുണ്ടായിരിക്കും. ഇതിനിടയിൽ കുറേ ആർട്ട് ടിപ്സുകളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവരുടെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നീട് 1 മണിക്കൂർ മുന്നേ ആയിട്ടും 15 മിനിറ്റ് മുന്നേ ആയിട്ടും ഇതുപോലെ വാട്സപ്പിൽ മെസ്സേജ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് മുന്നേ, 8 മണിക്കാണ് എൻ്റെ വെബിനാർ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ എൻ്റെ ഒരു കോളും എൻ്റെ നമ്പറിൽ നിന്ന് എൻ്റെ ശബ്ദത്തിൽ ഒരു കോളും നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടായിരിക്കും. 500 പേരൊക്കെ മെസ്സേജ് വെബിനാർ ഒറ്റയടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ആ ഒരു ഒറ്റ മൊമെന്റിൽ, ആ ഒരു സെക്കൻഡിൽ എൻ്റെ നമ്പറിൽ നിന്ന് എൻ്റെ സൗണ്ടിൽ ആ ഒരു വോയിസ് മെസ്സേജ് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ അറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ബാക്കി ക്ലാസ്സുകൾ എടുക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴാണ് ഒരാൾ വന്നത്, ഇതിപ്പോൾ 5 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ബാക്കിയുള്ള ടൈമിലാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മുതലുള്ള പോകുന്നുള്ളൂ. 1 മണിക്കൂർ 15 മിനിറ്റ് ആ ഒരു സംഭവം മാത്രമേ പോവുള്ളൂ. ഇതുവരെ എല്ലൊന്നും പോവില്ല. നമ്മൾ ടോട്ടലി എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്യുന്നതല്ല, ഇതിലെല്ലാം അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ടാണ് ഇതിലെല്ലാ മെസ്സേജും പോകുന്നുണ്ടായിരിക്കുക. സോ അത്തരത്തില് നമുക്ക് നമ്മുടെ ആരാണോ നമ്മുടെ ഓഡിയൻസ് അവരത്രയും എന്താ പറയുക, അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ആർട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, അവർ അത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിരിക്കും. അവരപ്പം തന്നെ വർക്കുകൾ തരും. പിന്നെയും കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ സെയിൽസിന് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു ടൈമിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വർക്കുകൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 80% കൂടുതലാണ്. നോർമലി നമുക്ക് 2 കാറ്റഗറി ആൾക്കാർ വരുന്നുണ്ടായിരിക്കും.
ജസ്റ്റ് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ മെസ്സേജ് അയച്ചു വരുന്നവരും ഉണ്ടായിരിക്കും, ആവശ്യമുള്ളവരും വരുന്നുണ്ടായിരിക്കാം. ബാക്കിയുള്ളവർ എന്തായാലും പോകും, അവരെ നമ്മൾ നോക്കണ്ട. പക്ഷെ ആ ഒരു കുറച്ച് ആവശ്യമുള്ളവരെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റാമെന്ന് ഞാൻ കാണിച്ചു. പ്രധാനമായിട്ട് 2 വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് വാട്ടി എന്ന് പറയുന്ന വാട്സപ്പിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒഫീഷ്യൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്ടി എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിപ്പോൾ പല രീതിയിൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളെ ആ ഒരു ഫേസ്ബുക്കിലാണെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്തും നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ കിട്ടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പലതരത്തിലുള്ള ആൾക്കാരായിരിക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കും, ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് വരുന്നവരായിരിക്കാം. ആ ഒരു ടൈമിൽ മുഴുവൻ ഞാൻ ബിസി ആയിരിക്കും. പലപ്പോഴും ഞാൻ പല തിരക്കുകളിലും പെട്ടു നിൽക്കുമായിരിക്കും. സോ ആ ഒരു ടൈമിലാണ് ഇവർ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ചെറിയ ഡിലേയിലുള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്പോണ്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആര് മെസ്സേജ് അയക്കുന്ന സമയത്തും അവർക്ക് എന്താണോ വേണ്ടത് അത് അവിടെ താഴെയായിട്ട് ബട്ടൺസ് ഉണ്ട്. നോർമലി വാട്സപ്പിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴാണെങ്കിലും എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ആർട്ട് വർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൗ ടു ഗെറ്റ് ആർട്ട് വർക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എനിക്കൊരു ഡ്രോയിങ് ആവശ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 1st ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് റിപ്ലൈസ് വരുന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എസ് ഐ എം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടായിരിക്കും. സോ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഏത് കാര്യം ഇത് എല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഡ്രോയിങ് ആവശ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ടായിരിക്കും. കണ്ടോ, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക, അതിൽ എൻ്റെ മോഡൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഏതാണ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പിലോട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈനലായിട്ട് വരുന്ന ആൾക്കാരെ മാത്രം എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് മതി. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മുടെ വർക്കുകൾ മുഴുവൻ കുറയ്ക്കും. നമുക്കൊരു 100 പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലൊരു 10-20 പേര് മാത്രമാണ് ശരിക്കുള്ള കസ്റ്റമേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 100 പേരോടും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ആയി പോകും, അല്ലേ? സോ നമ്മുടെ ആവശ്യമുള്ളവരിലോട്ട് മാത്രം നമുക്ക് സംസാരിച്ചാലായിട്ട് മതി. പിന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാപ്പിയർ എന്ന് പറയുന്ന ഒരു ടൂളും ആവശ്യമുണ്ട്. സോ സാപ്പിയർ എന്ന് പറയുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നമുക്ക് ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ ഫേസ്ബുക്കിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗൂഗിൾ ഷീറ്റിലോട്ട് അവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് വരണം, അത് വാട്സപ്പിലോട്ട് പോകണം. അങ്ങനെ ടോട്ടലി ഇതിലിങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇമെയിൽ മാർക്കറ്റിങ്ങിന്റെ സെക്ഷനിലോട്ട് പോകണം. അപ്പം അവരെ ഇത്രയും സെക്ഷനിലൂടെ കൊണ്ടുപോയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ ഇത് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിൽ ഫസ്റ്റൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലരും പറയും ആർട്ടിസ്റ്റിന്, ഞാനിപ്പോൾ ആ ഒരു വീഡിയോസ് ഒക്കെ ഇടുന്നതിൻ്റെ താഴെയായിട്ട് കുറേ കണ്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ആകെ ഒരു 500 രൂപയ്ക്കാണ് എല്ലാവരും ആർട്ട് വർക്ക് ചോദിക്കുന്നുണ്ടാവുക, ഫ്രെയിം ചെയ്യാൻ വേണ്ടി തന്നെ അത്ര വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് സക്സസ് ആവാനായിട്ട് പറ്റുക എന്നുള്ളതൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടി ഒന്നും ആരും കൊണ്ടുവന്നു തരില്ല, നമ്മൾ തന്നെ എല്ലാം നേടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 മണിക്കൂർ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പറ്റുന്നില്ല, എൻ്റെ നേരിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി കിട്ടും. ആർട്ടിസ്റ്റ് ഇൻകം ഗ്രോത്ത് ഹബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ റെഗുലർലി എല്ലാ വീക്കിലും ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കുറേ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൂടെയും മുന്നോട്ട് പോകാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ആർട്ട് സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം. താങ്ക് യു.